ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. നമ്മുടെ JCA എക്സാം ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. JCA സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ പഴയ സിലബസ് തന്നെയാണ്, മാറ്റങ്ങൾ ഇല്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ സിലബസിൽ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോ മൊഡ്യൂളിനും ഇത്ര മാർക്ക് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ നമ്മുടെ സിലബസിൽ പ്രത്യേകം ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ മൊഡ്യൂളും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരു മൊഡ്യൂൾ പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാറിന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളുടെ മൊഡ്യൂൾ 2 ഉൾപ്പെട്ടിട്ടുള്ളത്. JCA മൊഡ്യൂൾ 2 ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ്, അത് ആ ഒരു മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് എന്ന് അറിയണം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് which govern the life and activity of cooperative institution. Cooperative institutionsന്റെ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഗവേൺ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് എന്ത് പറയുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആണ് വിച്ച് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി. എങ്ങനെയാണ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി ഓർഗനൈസ് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക, അതിനെയാണ് എന്ത് പറയുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ആണ്. 1860 റോക്ക്ഡെയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. 1860 റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ പ്രിൻസിപ്പൾസ് പഠിക്കാം. 4 സ്റ്റേജസ് ആയിട്ടാണ് നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ഫോം ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾസ് ആണ്. 1860 അപ്പോൾ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റീനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നമ്മൾ കോർപ്പറേഷൻ പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പഠിക്കുന്നതാണ് റെപ്സ്, റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി എന്ന് പറയുന്നത്. 1844 ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ഫോം ചെയ്തത്. ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയാണ്. 1844 സ്ഥാപിതമായിട്ടുള്ള റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി 1860 എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ഫോം ചെയ്തു അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു. അവർ ഡെവലപ്പ് ചെയ്ത പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യൂർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു 4 സ്റ്റേജാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത പ്രിൻസിപ്പൾസ് ആണ്. 1860 അവർ ഈ ഒരു പ്രിൻസിപ്പൾസ് ഡെവലപ്പ് ചെയ്തത്. ആ പ്രിൻസിപ്പൾസ് ഇതൊക്കെയാണ്: ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യൂർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ്. നെക്സ്റ്റ് സ്റ്റേജ് ആണ് സെക്കൻഡ് സ്റ്റേജ്. 1934 ICA ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. 1934 ICA ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തത്? റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഇക്വിറ്റബിൾ സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി 1934 ICA ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റി അതിൻ്റെ റെക്കമെൻഡേഷൻസ് 1937 എന്താണ് സബ്മിറ്റ് ചെയ്തു. ആ റെക്കമെൻഡേഷൻ പ്രകാരം അവർ പാരീസിൽ നടന്നിട്ടുള്ള കോൺഫറൻസിലാണ് ഈ ഒരു പ്രിൻസിപ്പൾസൊക്കെ ഡെവലപ്പ് ചെയ്ത് പ്രിൻസിപ്പൾസൊക്കെ ഇവാലുവേറ്റ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റി പറഞ്ഞു റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത പ്രിൻസിപ്പൾസിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. എന്താണ് ആ പ്രിൻസിപ്പൾസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്നുള്ള ഒരു തീരുമാനമാണ് ഈ കമ്മിറ്റി ICA അപ്പോയിന്റ് ചെയ്ത 1934 ICA അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി പാരീസിൽ വെച്ച് നടന്നിട്ടുള്ള ഇന്റർനാഷണൽ കോൺഫറൻസിൽ
ആ കമ്മിറ്റി അതിനെ റെക്കമെൻഡ് ചെയ്തത് ഇങ്ങനെയാണ്. 2 ആയിട്ട് ആ പ്രിൻസിപ്പൾസിനെ ഡിവൈഡ് ചെയ്താൽ മതി എന്നാണ് കമ്മിറ്റി പറഞ്ഞത്, എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ICA പ്രിൻസിപ്പൾസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു, സെക്കൻഡ് സ്റ്റേജ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷ സെപ്റ്റംബർ 5-ാം തീയതി വരെയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഏകദേശം 70ഓളം ദിവസങ്ങളെ നമുക്ക് മുന്നിലുള്ളൂ. അപ്പോൾ എങ്ങനെ പഠിക്കണം, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള JCയുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് തോന്നുക. കാരണം സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊന്നുമില്ല. പക്ഷെ അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കേരാഫെഡിൻ്റെ എക്സാമിനൊക്കെ കണ്ടതാണ്. അപ്പോൾ എങ്ങനെ മാറുന്ന പരീക്ഷാ രീതിക്ക് അനുസരിച്ച് പഠിക്കണം, എങ്ങനെ JCയുടെ എക്സാം ഈ ഒരു 70 ഡേയ്സ് കൊണ്ട് ഈ സിലബസ് നമ്മുടെ പ്രീവിയസ് സിലബസ് തന്നെ ആണെങ്കിൽ കൂടി എങ്ങനെ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാനും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റഡി പ്ലാനൊക്കെ നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫ്രീ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലിങ്കിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ഈ ഒരു ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് 60 ഡേയ്സ് കൊണ്ട് 60 ഡേയ്സ് ടൈം ടേബിൾ സ്റ്റഡി പ്ലാനൊക്കെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ലാസ്റ്റ് 10 ഡേയ്സ് നമുക്ക് മോഡൽ എക്സാമിനൊക്കെ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ JCI എക്സാം ക്രാക്ക് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്രീ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ പുതിയ മാറുന്ന രീതിക്ക് അനുസരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ സെഷൻസ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എസെൻഷ്യൽ പ്രിൻസിപ്പൾസ് എന്നും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പൾസ് എന്നും 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 4 പ്രിൻസിപ്പൾസിനെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും ലാസ്റ്റ് 4 പ്രിൻസിപ്പൾസിനെ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പൾസ് എന്നുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രോണേജ് ഡിവിഡൻഡ്, ഈ 4 പ്രിൻസിപ്പൾസ് എന്താണ് എസെൻഷ്യൽ പ്രിൻസിപ്പൾസ് എന്നും പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേർഡ് ഗുഡ്സ് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പൾസ് ആയിട്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പ്രിൻസിപ്പൾസ്, സെക്കൻഡ് സ്റ്റേജിൽ 1934 കമ്മിറ്റി ICA അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി എന്താണ് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾസിനെ. അവരുടെ ബേസ് എന്ന് പറയുന്നത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾസ് ആയിരുന്നു. ആ റോക്ക്ഡെയിൽ പ്രിൻസിപ്പൾസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ. വേറെ മാറ്റങ്ങളൊന്നും അതിൽ വരുത്തിയിട്ടില്ല. നെക്സ്റ്റ് ICA എന്ത് ചെയ്തു, വീണ്ടും ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. നമ്മൾ ആദ്യം പറഞ്ഞത് 1934 പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ICA എന്ത് ചെയ്തു, വീണ്ടും ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു 1964. ഈ കമ്മിറ്റീനെ 64 അപ്പോയിന്റ് ചെയ്തു. പ്രൊഫസർ DG കാർവേ ആണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇന്ത്യക്കാരനായിട്ടുള്ള പ്രൊഫസർ DG കാർവേ ആണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. ഈ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1966 ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് അത്രയും 934 നമ്മൾ ലാസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തത് 1860 ഡെവലപ്പ് ചെയ്ത പ്രിൻസിപ്പൾസ് തന്നെയാണ് 934 കമ്മിറ്റിയും അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വർഷം കുറച്ച് കഴിഞ്ഞു 64 64 ഈ കമ്മിറ്റി പറഞ്ഞു കുറച്ച് മാറ്റങ്ങളൊക്കെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസിൽ വരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഫസർ DG കാർവേ ചെയർമാനായ കമ്മിറ്റി കുറച്ച് പ്രിൻസിപ്പൾസ് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അതിൽ ചില പ്രിൻസിപ്പൾസ് പഴയതായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഈ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കാർവേസ് പ്രിൻസിപ്പിൾ എന്നും പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്നറിയപ്പെടുന്നത് പരീക്ഷയ്ക്കൊക്കെ പ്രീവിയസ് എക്സാംസിനൊക്കെ ചോദിക്കാറുള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കാർവേ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്നറിയപ്പെടുന്നത് എന്താണ്? അതാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു കാർവേ കമ്മിറ്റിയുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇതാണ് കാർവേ പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നത്.
നെക്സ്റ്റ് വൺ ആണ് ഫോർത്ത് സ്റ്റേജ്. ഫോർത്ത് സ്റ്റേജിൽ ICA വീണ്ടും ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. ഈ കമ്മിറ്റി കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് 1966 സബ്മിറ്റ് ചെയ്ത കാർവേ പ്രിൻസിപ്പൾസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ICA വീണ്ടും ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തത്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൊഫസർ ഇവാൻ മാക്പേഴ്സൺ ആണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ആ കമ്മിറ്റി കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് റിവ്യൂ ചെയ്ത് 94 അവരുടെ ഒരു റെക്കമെൻഡേഷൻ സബ്മിറ്റ് ചെയ്തു. ആ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ICAയുടെ ജനറൽ അസംബ്ലി മാഞ്ചസ്റ്ററിൽ നടന്ന 1995 സെപ്റ്റംബർ 23 മാഞ്ചസ്റ്ററിൽ നടന്ന ICA കോൺഗ്രസ് ഈ ഒരു പ്രിൻസിപ്പിൾ അംഗീകരിക്കുകയുണ്ടായി. ആ ഇവാൻ മാക്പേഴ്സന്റെ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ICAയുടെ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്നത് 1995 ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൾസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പൾസ്. അപ്പോൾ 4 സ്റ്റേജ് ആയിട്ടാണ് ICAയുടെ പ്രിൻസിപ്പൾസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഓരോ സ്റ്റേജസും ഡിസ്കസ് ചെയ്തു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതും നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ആർ സെയിം. കോപ്പറേറ്റീവ് വാല്യൂസും കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസും സെയിം ആണ് എന്നാണ് പറയുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ഹാവ് ബീൻ ഫോർമുലേറ്റഡ് ബൈ ICA. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ഫോർമുലേറ്റ് ചെയ്തത് ICA ആണ്. ദ ഫസ്റ്റ് ഇന്ത്യൻ അപ്പോയിന്റഡ് ആസ് ചെയർമാൻ ഓഫ് കമ്മിറ്റി ഓൺ റീഫോർമുലേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ഈസ് പ്രൊഫസർ DG കാർവേ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് പ്രിൻസിപ്പൾസിന്റെ ഏരിയ എന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കോപ്പറേറ്റീവ് വാല്യൂസും പ്രിൻസിപ്പൾസും സെയിം ആണെന്നാണ് പറയുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ഫോർമുലേറ്റ് ചെയ്തത് ICA ആണെന്ന് പറയുന്നു. ഫസ്റ്റ് ചെയർമാൻ, ഇന്ത്യക്കാരനായിട്ടുള്ള ഫസ്റ്റ് ചെയർമാൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് റീഫോർമുലേറ്റ് ചെയ്യാൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് പ്രൊഫസർ DG കാർവേ ആണ് എന്നാണ് പറയുന്നത്. ഇതിലേതൊക്കെയാണ് ശരി എന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസും വാല്യൂസും സെയിം ആണോ? കോപ്പറേറ്റീവ് വാല്യൂസ്, കോപ്പറേറ്റീവ് എത്തിക്സ് അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. കോപ്പറേറ്റീവ് വാല്യൂസും പ്രിൻസിപ്പൾസും സെയിം അല്ല. കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് ഫോർമുലേറ്റ് ചെയ്തത് ICA ആണ്. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ICA പ്രിൻസിപ്പിൾ അല്ലേ? ഫസ്റ്റ് ഫോർമുലേറ്റ് ചെയ്ത ആരാ? ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാ? അത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ആണ്. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ICAയുടെ പ്രിൻസിപ്പിൾ ആണ്. ദി ഫസ്റ്റ് ഇന്ത്യൻ അപ്പോയിന്റഡ് ആസ് ചെയർമാൻ ഓഫ് കമ്മിറ്റി ഓൺ റീഫോർമുലേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസ് പ്രൊഫസർ DG കാർവേ ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് B ആൻഡ് C ആണ്. അതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊഡ്യൂൾ 2 JCAയുടെ സിലബസിലുള്ള മൊഡ്യൂൾ 2 ആണ്. ഇങ്ങനെ നമുക്ക് അതായത് കോപ്പറേഷൻ്റെ പാർട്ടിൽ നിന്ന് 50 മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. 50 മാർക്കിൽ ഓരോ ചാപ്റ്ററും എത്ര മാർക്ക് വീതം ഉണ്ട് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 9 മൊഡ്യൂളുകളാണ് കോപ്പറേഷൻ്റെ പാർട്ടിൽ നിന്നുള്ളത്. അതുപോലെ തന്നെ 10 മൊഡ്യൂളുകൾ ബാങ്കിങ്ങിൻ്റെ പാർട്ടിൽ നിന്നുണ്ട്. പിന്നെ IT 10 മാർക്കിന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ 5-ാം തീയതി വരുന്ന JCA എക്സാമിന് നമുക്ക് നല്ലൊരു മാർക്ക് നേടാൻ കഴിയും. അപ്പോൾ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ രീതിക്ക് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാംസ്, ഡെയിലി എക്സാംസ്, സബ്ജക്റ്റ് വൈസ് എക്സാംസ് ഒക്കെ നമ്മൾ ക്വറി ഹാൻഡ്ലിങ്ങും നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ കോഴ്സ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത്തവണത്തെ JCA എക്സാം നമുക്ക് CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. ഓക്കെ, താങ്ക്